ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു മാർഗം. അപ്പം നമുക്കിന്നൊരു 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്ര? 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്ര? അപ്പൊ 25ന്റെ സ്ക്വയർ എത്രയാണ്? 125 ആണ് 25ന്റെ സ്ക്വയർ. ഇൻറ്റു 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. 125 ഗുണം 16 നമുക്ക് 10,000 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ഇവിടെ രണ്ട് പവറും സെയിം ആണ്. അപ്പൊ പവർ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ 25 ഇൻറ്റു 4 ദ ഹോൾ സ്ക്വയർ ചെയ്താലും മതി. അതായത് 25 ഗുണം 4 എന്ന് പറയുന്നത് 100 ആണ്. 100ന്റെ സ്ക്വയർ കണ്ടാൽ മതി. 100ന്റെ സ്ക്വയർ എത്ര വരും? 10,000 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് രണ്ടാമത് ചെയ്ത മാർഗമാണ് എളുപ്പം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, 10,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? അപ്പൊ ഇവിടുത്തെ ചോദ്യം 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഡി സമം എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇവിടെ സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 48 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ്. അതുപോലെ എത്ര മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്? 5 മണിക്കൂർ കൊണ്ട്. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് 48 ഇൻറ്റു 5 ചെയ്താൽ മതി. എത്രയെന്ന് കിട്ടും? 48 ഗുണം 5 240 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. സി ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് 48 കിലോമീറ്റർ പെർ അവർ ആണ്. ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. 48 ഇൻറ്റു 5 240. 240 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കാം നമുക്ക് ഓപ്ഷൻസ്. 1/2, 3/4, 7/4, 7/2. ഇവിടെ ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ് 1/2. അതുപോലെ 3/4 എന്ന് പറയുന്നത് 0.75 ആണ് 3/4. 7/4 എന്ന് പറയുന്നത് 1.75 ആണ്. 7/4 എന്ന് പറയുന്നത് 1.75 ആണ്. അതുപോലെ 7/2 എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ, 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട് അല്ലേ? 1.75ഉം 3.5ഉം കിട്ടുന്നുണ്ട്. 1നും 4നും ഇടയ്ക്ക് ഇവിടെ 2 സംഖ്യകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാപദം ഏത്? 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഛേദം എല്ലാത്തിനും തുല്യമാണ്. ഛേദമെല്ലാം 7 വെച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. പിന്നെയോ അംശത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അംശം നോക്കിയേ, എത്ര വെച്ചാ കൂടുന്നത്? 3 വെച്ചാണ് അംശത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. 13 കഴിഞ്ഞാൽ 3 കൂട്ടുമ്പോൾ 16, 16നോട് 3 കൂട്ടുമ്പോൾ 19. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 22/7 ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എന്താണ്?
22/7 ആയിരിക്കും. അത് കഴിഞ്ഞാലോ 3 കൂട്ടണം, 25/7 ആയിരിക്കും. അത് കഴിഞ്ഞാല് 25ന്റെ കൂടെ 3 കൂട്ടി 28/7 എന്ന് കിട്ടും. 28/7 എന്നായിരിക്കും അടുത്തത്. അപ്പൊ ഇവിടെ നോക്കിയേ, 22/7, 25/7 ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ 7/28 നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 4 കിട്ടും അല്ലെ. 7/28, ക്ഷമിക്കണം, 28/7 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും, 4 കിട്ടും. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏതാണ്, 4 ഇവിടുത്തെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം എന്ന് പറയുന്നത് 4. 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം എന്ന് പറയുന്നത് എത്രയാണ്, 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര? 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു ആണ് ചോദിച്ചേക്കുന്നത്. ഭിന്നസംഖ്യയുടെ ലസാഗു ചോദിച്ചാല് നമ്മള് അംശത്തിന്റെ ലസാഗുവും ഛേദത്തിന്റെ ഉസാഖയുമാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ അംശം ഏതൊക്കെയാണ്, 3ഉം 5ഉം ആണ്. 3, 5. ഈ 3ന്റെ 5ന്റെയും ലസാഗു എന്ന് പറയുന്നത് എത്രയാണ്, അടുത്തടുത്ത സംഖ്യകളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് 15 ആണ്. 3, 5 രണ്ടിന്റെയും ലസാഗു എത്രയാണ്, 15. ഇനി നമുക്ക് കാണേണ്ടത് ഛേദങ്ങളുടെ ഉസാഖയാണ്. ഇവിടെ ഛേദം എത്രയാണ്, 4, 8. 4ന്റെ 8ന്റെയും ഉസാഖയാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണാം, കോമൺ ആയിട്ട് വരുന്നത് 2 വെച്ച് ചെയ്യാം. 4, 2, 8. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യാം. 1, 2, 2, 2, 4. അപ്പൊ ഇവിടെ എത്രയെന്ന് വന്നു, 2 × 2, 4 എന്ന് വന്നു. ഉസാഖ 4 എന്ന് വന്നു. അപ്പൊ നമുക്കിതിന്റെ ഈ ഭിന്നസംഖ്യയുടെ ലസാഗു എന്ന് പറയുന്നത് 15/4 ആണ് വരേണ്ടത്. 15/4 ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഓപ്ഷനിൽ 15/4 എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. അപ്പൊ 3/4, 5/8 എന്നീ ഭിന്നസംഖ്യയുടെ ലസാഗു എത്രയാണ്, 15/4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം ഉണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദ്യം. വാങ്ങിയ വില നമ്മൾ എപ്പോഴും എത്രയായിട്ട് എടുക്കണം, 100% വേണം എടുക്കാൻ. വാങ്ങിയ വില 100% എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വാങ്ങിയ വിലയാണ് ഇവിടെ കാണേണ്ടത്. എന്താ തന്നിട്ടുള്ളത്, വിറ്റ വില തന്നിട്ടുണ്ട് അല്ലെ. 30% നഷ്ടത്തിലാണ് വിറ്റത്. അത് 700 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 30% നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ 100%ത്തിൽ നിന്ന് 30% കുറച്ചാൽ 70%. 70% എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 700 ആണെന്ന് തന്നിട്ടുണ്ട്. 70% എന്ന് പറയുന്നത് 700 ആണ്. അപ്പൊ നമുക്ക് കാണേണ്ട എത്രയാണ്, 100% എത്രയെന്നാണ് കാണേണ്ടത്. 100% ആണ് കാണേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്ത് കൊടുക്കാം. 100 × 700 ഡിവൈഡഡ് ബൈ 70 ചെയ്താൽ മതി. 100 × 700 ഡിവൈഡഡ് ബൈ 70. ഇത് നമുക്ക് വെട്ടാം. 10 എന്ന് വരും. 100 × 10 എത്ര വരും, 1000 എന്ന് വരും. അപ്പോ വാങ്ങിയ വില എത്രയാണ്, 1000 ആണ്. ഇവിടുത്തെ വാങ്ങിയ വില എത്രയാണ്, 1000 രൂപയാണ്. ഒന്നുകൂടെ പറയാം. വിറ്റ വിലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 30% നഷ്ടത്തിലാണ് വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാങ്ങിയ വില 100% ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 100%ത്തിൽ നിന്ന് 30% കുറച്ചാൽ 70% കിട്ടും. ഈ 70% ആണ് 700. 70% ആണ് 700. 100% കണ്ടെത്തേണ്ടത്. അപ്പോ 100 × 700 ഡിവൈഡഡ് ബൈ 70 ചെയ്യുക. അപ്പൊ നമുക്ക് 1000 എന്ന് കിട്ടും. അപ്പോ വാങ്ങിയ വില 1000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര ഇതിന് തുല്യമായത് ഏതെന്നാണ് ചോദ്യം. തുല്യമായതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. ഇൻഫിനിറ്റി ആണ് തന്നിരിക്കണേ അല്ലെ. 0.111 എക്സെട്ര എന്നാണ്. അതായത് അതിനർത്ഥം 1/9 എന്നാണ്. ഈ
1 1 1 എക്സെട്ര എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? 1/9 എന്നാണ്. ഇൻറ്റു ഇവിടെ 0.444 എക്സെട്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം 4/9 എന്നാണ്. ഇത് റൂട്ടിനകത്താണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 1 × 4 4 ആണ്, ഡിവൈഡഡ് ബൈ 9 × 9 81 ആണ്. അപ്പൊ ഇതിനെ റൂട്ടിനകത്ത് കൊടുക്കാം. ഇത് പുറത്തേക്ക്, റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ 2/9 എന്ന് കിട്ടും. 2/9 എന്ന് പറഞ്ഞാൽ 0.222 എക്സെട്ര എന്ന് വരും. അപ്പം 2/9 എന്ന് വെച്ചാൽ എന്താണ്? 0.222 എക്സെട്ര എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25-മതും പിന്നിൽ നിന്ന് 13-മതും ആണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേർ? വരിയിൽ ആകെ എത്ര പേരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരാളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനം തന്നിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാല് തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടി അതിൽ നിന്ന് നമുക്ക് 1 കുറച്ചാൽ മതിയാവും. അപ്പൊ ഇവിടെ ഏതൊക്കെ തന്നേക്കുന്നത്? ആശ മുന്നിൽ നിന്നും 25-മതാന്ന് തന്നിട്ടുണ്ട്, പിന്നിൽ നിന്ന് 13-മതാന്ന് തന്നിട്ടുണ്ട്. അപ്പോ 25 + 13, പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് -1 ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25 + 13 38 ആണ്. 38-ൽ നിന്ന് 1 കുറച്ചാൽ 37. അപ്പൊ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്രയാണ്? 37. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പോ ഒരാളുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും തന്നിട്ട് ആകെ എത്ര പേരെന്ന് ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടി 1 കുറച്ചാൽ മതി. ഇവിടെ 25 + 13 38 ആണ്. 38-ൽ നിന്ന് 1 കുറച്ചാൽ 37 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യം. അപ്പോ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഇവിടെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. സംഖ്യകളുടെ എണ്ണത്തോടു കൂടി 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതിയാവും. അപ്പോ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് സംഖ്യകളുടെ എണ്ണത്തോടു കൂടി 1 കൂട്ടി അതിന്റെ പകുതി എടുക്കുക. അപ്പൊ ഇവിടെ 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകളുണ്ട് അല്ലെ? 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ട്. അതിനോട് കൂടി 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പൊ 101 ഡിവൈഡഡ് ബൈ 2 വരും. ആൻസർ 50.5. ആൻസർ എത്രയാണ്? 50.5 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്ര? രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ രാജുവും അനിയനും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എത്രയാണ്? 10 ആണ്. രാജുവും അനിയനും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം 10 ആണ്. ഇനി 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാവും. അപ്പോ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാണ്. അനിയന്റെ വയസ്സ് 1x ആണെങ്കിൽ രാജുവിന്റെ വയസ്സ് 2x ആയിരിക്കും. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1x ആണ് അല്ലെ? 2xൽ നിന്ന് 1x കൊടുത്ത് 1x തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷം കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം മാറ്റം ഉണ്ടാവുമോ? ഇല്ല. 10 വയസ്സ് തന്നെ ആയിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ 1x എന്ന് പറയുന്നത് എത്രയാണ്? 1x എന്ന് പറയുന്നത് 10 ആണ്. 1x 10 ആണെങ്കിൽ 2x രാജുവിന്റെ പ്രായമാണ് 2x. 2x എത്രയാണ്? 2x 20 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 20 ആണ്. 20 എന്ന് പറയുന്നത് എത്രയാ? 5 വർഷം കഴിയുമ്പോഴുള്ള രാജുവിന്റെ വയസ്സാണ്. 5 വർഷം കഴിയുമ്പോഴുള്ള രാജുവിന്റെ വയസ്സാണ് 20 എന്ന് പറയുന്നത്. അപ്പൊ 5 വർഷത്തിന് മുമ്പ് രാജുവിന്റെ വയസ്സ് എത്രയായിരിക്കും? 15. 5 വർഷം മുമ്പ് രാജുവിന്റെ വയസ്സ് 15 ആയിരിക്കും. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം. ബൈ.